നമസ്കാരം. ഇന്ന് പുറത്തുവന്ന വാർത്തകൾ വിശദമായും സമഗ്രമായും പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും 1 PM ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. ഞാൻ ക്രിസ്റ്റിന ചരയൻ. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകമുള്ള കാര്യത്തിലേക്കാണ്. ആരാകും മുഖ്യമന്ത്രി? സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിനുള്ളിൽ ചർച്ചകളും ചരടുവലികളും സജീവം. ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കണ്ടു. കെ സി വേണുഗോപാലിനെ പിന്തുണച്ച് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. എറണാകുളം ജില്ലയിലെ നിയുക്ത MLA-മാരായി ജെ വിനോദും ദീപക് ജോയും VD സതീശനെ വീട്ടിലെത്തി കണ്ടു. കോൺഗ്രസിന്റെ നിർണായക നിയമസഭാ കക്ഷിയോഗം നാളെ ചേരും. 3 നേതാക്കൾക്കായും ചരടുവലികൾ ശക്തമായിരിക്കെ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡിന് കഠിനം. ചർച്ചകൾ ചൂടേറുന്നതിനിടെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ടു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം ഹൈക്കമാൻഡിന്റെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. അവരാണ് എന്ത് നടപടി വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം അവരേത് മോഡ് ഓഫ് ഓപ്പറേഷൻ വേണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ഡൽഹി സന്ദർശനം എന്തിനെന്നറിയില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സാധാരണ രീതിയിൽ ഹൈക്കമാൻഡാണ് MLA-മാരുടെ വ്യൂ പോയിന്റ്സ് കേൾക്കുക, അതിനുശേഷം ഈ നിരീക്ഷകർ ഹൈക്കമാൻഡിൽ റിപ്പോർട്ട് ചെയ്യും, അവിടെ നിന്ന് തീരുമാനം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലെല്ലാം ഭംഗിയായി നടക്കുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഉടൻ തീരുമാനമുണ്ടാകുമെന്നും KC. ഒന്നുമില്ല, അതൊക്കെ ഒബ്സർവേഴ്സ് അവിടെ പോയിട്ടുണ്ട്. ഇതിനിടെ KC വേണുഗോപാലിന് പിന്തുണയുമായി KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് രംഗത്തെത്തി. ശ്രീ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ മണ്ഡലങ്ങളിലും, ഇവിടെ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ പോയി പ്രചരണം നടത്തിയതും അതിന് നേതൃത്വം കൊടുത്തതും എല്ലാ അർത്ഥത്തിലും AICCയുടെ എല്ലാ പിന്തുണയും, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാ പിന്തുണയും കൊടുത്ത് ഇവിടെ നിന്നത് ഇവരെല്ലാം മത്സരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ആയിരുന്നു. UDF-ലാകെയും പൊതുസമൂഹത്തിലുമുള്ള സ്വീകാര്യത ഹൈക്കമാൻഡിന് തള്ളിക്കളയാനാകില്ലെന്നാണ് VD സതീശൻ പക്ഷത്തിന്റെ വാദം. ആലുവയിലെ VD സതീശന്റെ വീട്ടിൽ പ്രവർത്തകരുടെ തിരക്കാണ്. TJ വിനോദ്, ദീപക് ജോയ് തുടങ്ങി നിയുക്ത MLA-മാർ VD സതീശനെ വീട്ടിലെത്തി കണ്ടു. ഒരാഴ്ചയ്ക്കുള്ളിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകുമെന്നാണ് നേതൃത്വം പറയുന്നത്. നാളെ നിയുക്ത MLA-മാരുടെ നിർണായക യോഗം ചേരും. ഇന്നെത്തുന്ന AICC നിരീക്ഷകർ നിയുക്ത MLA-മാരെ പ്രത്യേകം കാണും. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പരസ്യമായ അവകാശവാദങ്ങളിലെങ്കിലും രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, VD സതീശൻ എന്നിവരെ കേന്ദ്രീകരിച്ച് അണിയറ നീക്കങ്ങൾ സജീവമാണ്. പാർട്ടിക്കുള്ളിലും പുറത്തും നേതാക്കൾക്ക് അനുകൂല വികാരമുണ്ടാക്കാനാണ് പിന്തുണയ്ക്കുന്നവരുടെ ശ്രമം. 3-6 സർക്കാരിനെ നയിക്കും. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിച്ച VD സതീശന് സ്വാഭാവികമായി ലഭിക്കേണ്ടതാണ് മുഖ്യമന്ത്രി പദമെന്നാണ് അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. സതീശൻ ആവർത്തിച്ചു പറഞ്ഞ 100-ലധികം സീറ്റിലേക്ക് UDF എത്തിയത് നിലപാടിനുള്ള അംഗീകാരമായി ഇവർ കരുതുന്നു. മുസ്ലിം ലീഗിന്റെ ഉൾപ്പെടെ പിന്തുണയുണ്ടെങ്കിലും ജയിച്ച കോൺഗ്രസ് അംഗങ്ങളിൽ ചുരുക്കം പേരുടെ പിന്തുണയെ VD സതീശനുള്ളൂ. MLA-മാരുടെ പിന്തുണയിലാണ് KC വേണുഗോപാൽ പക്ഷത്തിന്റെ പ്രതീക്ഷ. 63-ൽ 52 പേരുടെയും പിന്തുണയുണ്ടെന്ന KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരുടെ അവകാശവാദം. കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള അടുത്ത ബന്ധം KC വേണുഗോപാലിന് അനുകൂല ഘടകമാണ്. KCക്ക് മുഖ്യമന്ത്രിയാകണമെങ്കിൽ ലോക്സഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കണം. അങ്ങനെയെങ്കിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഇതിൽ പാർട്ടിക്കകത്തും പുറത്തും വിമർശനങ്ങൾ ഉയരാനിടയുണ്ട്. 3 പേരിൽ സീനിയോറിറ്റി രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് പിന്തുണയ്ക്കുന്നവർ പറയുന്നു. 2011-ൽ സീനിയറായ ഉമ്മൻചാണ്ടിയെ നിർദ്ദേശിച്ചത് താനെന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. 24 പേരുടെ പിന്തുണയാണ് രമേശ് ചെന്നിത്തല ക്യാമ്പ് അവകാശപ്പെടുന്നത്. 3-ൽ ആർക്ക് നറുക്ക് വീണാലും മറ്റു 2 പേർ മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നത് വീണ്ടും രാഷ്ട്രീയ കൗതുകത്തിന് ഇടയാക്കും. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനമെടുക്കാൻ AICC നിരീക്ഷകർ ഉച്ചകഴിഞ്ഞ് കേരളത്തിലെത്തും. നിയുക്ത MLA-മാരെ നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നേരിൽ കാണും. വിവരങ്ങളുമായി ഷഫീദ് റാവുത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത്. എന്തായാലും നിരീക്ഷകർ കേരളത്തിലെത്തുമ്പോൾ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയുന്നു. എത്ര ദിവസം ഇവർ ഇവിടെ ഉണ്ടാകും? ഒരുമിച്ചാകുമോ ഈ കൂടിക്കാഴ്ച? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? ക്രിസ്tina, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 3 പേരും തുല്യ ശക്തിയിൽ നിന്ന് ഇക്കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ആശംസാ പോസ്റ്റിന് കീഴിൽ താഴെ വന്ന കമന്റുകളും അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ AICCയുടെ തീരുമാനം നിർണായകമായി മാറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം മുകുൾ വാസ്നിക്കും ഇന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ
തീരുമാനമെടുക്കുക. ഇതിൽ 2 പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് MLA-മാരുടെ പിൻബലം അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ KC പക്ഷത്തിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി കിട്ടുമെന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു തരത്തിൽ നടക്കുമ്പോൾ, മറുപക്ഷത്താകട്ടെ ഈ VD സതീശൻ പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ നടത്തിയിട്ടുണ്ട്. ആ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത് ഈ AICC നിരീക്ഷകർ അവർ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി കാണണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. മാത്രമല്ല ദീപദാസ് മുൻഷി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകരുത് എന്നുള്ള കാര്യം കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ദീപദാസ് മുൻഷി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് KC വേണുഗോപാലിന് അനുകൂലമായ സാഹചര്യമായി മാറും എന്നുള്ളതാണ് VD പക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു വാദം. മാത്രവുമല്ല ഇനി ഏതെങ്കിലും തരത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവർ ഏതെങ്കിലും തരത്തിൽ AICC നിരീക്ഷകരുമായി ഒറ്റയ്ക്ക് കാണുന്നത്, അതിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ അങ്ങനെ കാണുന്നവർ ഒറ്റയ്ക്ക് കാണുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തീരുമാനം മാറ്റിയാലടക്കമുള്ള കാര്യങ്ങൾ അത് കോൺഗ്രസിൽ ഇപ്പോൾ ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും നിരീക്ഷകരെത്തും. നാളെയാണ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കാൻ പോകുന്നത്. ആ യോഗത്തിന് ശേഷം MLA-മാരെ കാണും. കൂടാതെ ഘടകകക്ഷികളുടെ അടക്കം തീരുമാനം ഇക്കാര്യത്തിൽ AICC നിരീക്ഷകർ അറിയിക്കും. അതിനുശേഷം ഡൽഹിയിൽ മടങ്ങിയെത്തി ആവശ്യമെങ്കിൽ കൂടുതൽ നേതാക്കളെ വീണ്ടും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയ ശേഷമായിരിക്കും ആരാകും കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ആ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളവും ഒപ്പം UDF-ഉം. മുഖ്യമന്ത്രി ആരെന്നതിൽ തീരുമാനമെടുക്കാനാണ് AICC നിരീക്ഷകർ ഉച്ചതിരിഞ്ഞ കേരളത്തിലേക്ക് തിരിക്കുക. നിയുക്ത MLA-മാരെ നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും നേരിൽ കണ്ടാകും തീരുമാനമെടുക്കും. ഒപ്പം ഘടകകക്ഷികളുടെ തീരുമാനവും ഇതിൽ ഏറെ നിർണായകമാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ നിയോഗിച്ച AICC നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തലയും നിരീക്ഷകരും ഒരേ വിമാനത്തിൽ തിരികെ എത്തും. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അരവിന്ദ്, ഈ കൂടിക്കാഴ്ച ഇവർ കേരളത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു സ്വാഭാവിക നടപടി എന്ന് മാത്രമാണോ കാണേണ്ടത്? എത്ര നേരം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു? എപ്പോഴായിരിക്കും ഇവരുടെ മടക്കം? കൃഷ്ണ അർജുൻ, അല്പസമയം മുമ്പാണ് കേരളത്തിലേക്കുള്ള AICC നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേരളത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പുള്ള സ്വാഭാവിക കൂടിക്കാഴ്ചയാണ് ഉണ്ടായത്. ഉച്ചയോടുകൂടി 3:30 വിമാനത്തിൽ തിരുവനന്തപുരത്തിലേക്ക് 2 AICC നിരീക്ഷകർ പോവുകയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയും ഈ വിമാനത്തിൽ കേരളത്തിലേക്ക് പോകുന്നു എന്നതാണ് ഏറെ പ്രത്യേകത. കാരണം ഇന്ന് രാവിലെ 9:30 രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തിയത്. മഹാരാഷ്ട്ര പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പങ്കെടുക്കാനാണ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തുകയും അല്പസമയം മുമ്പ് സോണിയാഗാന്ധിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുമായി താൻ സംസാരിച്ചുവെന്ന് രമേശ് ചെന്നിത്തല ഈ യോഗത്തിന് ശേഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായില്ല എന്നതാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വിമാനത്തിൽ 3:30 വിമാനത്തിൽ നിരീക്ഷകർക്കൊപ്പം രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങുകയാണ്. അതേസമയം കേരളത്തിലെ വിജയത്തെ രമേശ് ചെന്നിത്തല അടക്കം രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചെന്നുകൂടി ഇപ്പോൾ രമേശ് ചെന്നിത്തല അറിയിക്കുകയാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ വിവിധ കോണിൽ തുടരുന്ന ഒരു വേളയിലാണ് ഡൽഹിയിലെത്തി ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ രമേശ് ചെന്നിത്തല കണ്ടിരിക്കുന്നത്. KC വേണുഗോപാലും ഇന്ന് നടന്ന ഈ യോഗത്തിന് ഒപ്പമുണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുമായി മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് യാതൊന്നും തന്നെ ചർച്ച ചെയ്തില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും കൃത്യമായി തന്റെ ആവശ്യങ്ങളും അതുപോലെ തന്നെ താൻ ഇത്തരത്തിലൊരു മുതിർന്ന നേതാവ് അടക്കമുള്ള കാര്യങ്ങൾ രമേശ് ചെന്നിത്തല നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നുകൂടി രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നു. എന്തായാലും ഉടൻ തന്നെ നിരീക്ഷകർ, കാരണം ഇന്ന് 3:30 വിമാനത്തിൽ നിരീക്ഷകർ തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുകയാണ്. എത്തിയ ഉടൻ തന്നെ MLA-മാരുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. ഇതുകൂടാതെ തന്നെ ഒരുമിച്ച് MLA-മാരെ കണ്ട ശേഷം ആർക്കാണ് MLA-മാരുടെ കൂടുതൽ പിന്തുണയുള്ളെന്ന കാര്യം നേരെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് ഇതിലൊരു കൃത്യമായ തീരുമാനം എടുക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. നിലവിൽ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാലിനെ കേരളത്തിലേക്ക് അയക്കണമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. നിലവിൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും നിലവിൽ ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനത്തിലേക്ക് പോകുക. മുൻപ് പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉയർന്നിരുന്നു. കാരണം ആ തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ നിന്ന് നയിച്ചവർക്ക് MLA-മാരുടെ പിന്തുണ കുറവായതുകൊണ്ട് മറ്റ് നേതാക്കളെ മുഖ്യമന്ത്രിയാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും സമാനമായ രീതിയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിരീക്ഷകർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കമാൻഡിന്റെ തുടർ നീക്കങ്ങൾ. അനുജ, ക്രിസ്റ്റീന. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തുമോ എന്നതിൽ നിർണായക തീരുമാനം ഇന്നുണ്ടായേക്കും. പ്രചാരണം നയിച്ച പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷത്തെ നയിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു എന്നതാണ് വിവരം. വൻ പരാജയത്തിൽ നേതൃമാറ്റ ആവശ്യമുയരുന്നതിനിടെ CPM, CPI നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന CPI നേതാക്കളും രംഗത്ത് വന്നു. ഭരിക്കുന്നവരോടുള്ള വിരോധം, പാർട്ടികളോടുള്ള വിരോധം അണികളിലും അനുഭാവികളിലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാതെ ശ്രദ്ധിക്കാതെ ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി എന്ന ഒരു നിലയെടുക്കുന്നൊരവസ്ഥ പലരിലും സ്വാധീനിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് അതൊന്ന് തിരുത്തണം എന്ന് ഈ പാർട്ടി അനുഭാവികളും അണികളും തീരുമാനിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ് ഒഴിക്ക് കാരണം. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. 1980 ഇടതുമുന്നണി ഉണ്ടായതിനു ശേഷം ഇത്രത്തോളം വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടന്നിട്ടുള്ളൊരു കാലമുണ്ടായിട്ടില്ല. അതിൻ്റെ എല്ലാം ഗുണം ഇടുക്കിയിലെ ജനങ്ങളും അനുഭവിക്കുന്നുണ്ട്. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിമാർ ഇടുക്കിയിൽ ജയിച്ചു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജനങ്ങളുടെ യജമാനന്മാരായി പാർട്ടി നേതാക്കന്മാർ മാറിയാൽ അവർക്കത് പൊറുക്കാൻ കഴിയില്ല, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും. അതുകൊണ്ട് സീറ്റിൻ്റെ എണ്ണം പ്രശ്നമല്ല, തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച് തുറന്ന ചർച്ചയ്ക്ക് തുടക്കമായിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. പാർട്ടി വോട്ടുകൾ, അതായത് അടിയുറച്ച പാർട്ടി കോട്ടകളിൽ പോലും പാർട്ടി വോട്ടുകൾ കിട്ടുന്നില്ല, അത് വലിയ വിമർശനം സാധാരണക്കാരായ ജനങ്ങൾ ഇത് ചോദിക്കുന്നു. കത്തെഴുതുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഈ വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും അത് റാഡിക്കലായ മാറ്റമല്ല എന്നൊക്കെ പറയുന്നത് ആശാസ്യമല്ല. അതിനൊരു കാരണം കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തണം, അത് പരിശോധിക്കണം, അത് പരിഹരിക്കണം. അപ്പോൾ ഏത് രീതിയിലാണ് ഈ തുറന്ന ചർച്ചകൾ നടക്കുന്നത് അവിടെ? ക്രിസ്റ്റീന, സംസ്ഥാനത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് CPIM-നും CPIM നയിക്കുന്ന LDF-നും ഉണ്ടായത്. 102 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ UDF അധികാരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. LDF 35 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ പാർട്ടി കോട്ടകൾ പോലും തകർന്നു വീണ കാഴ്ചയാണ് കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക കണക്കുകൾ വെച്ചുള്ള പരിശോധനയും ചർച്ചയുമാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ചിരിക്കുന്നത്. സാധാരണ നിലയിൽ നിന്നും വ്യത്യസ്തമായി നേതാക്കൾ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച തുറന്ന ഒരു ചർച്ചയ്ക്കും വിമർശനത്തിനും തയ്യാറായി തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനകളാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. വൈകുന്നേരം 4 മണിക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പരാജയ കാരണങ്ങൾ സംബന്ധിച്ച സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ മാധ്യമങ്ങളോട് പറയുമെന്നാണ് സൂചന. എന്തായാലും പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ വിരുദ്ധ പിണറായി വിജയൻ വിരുദ്ധ തരംഗം എന്നുള്ള വിലയിരുത്തൽ പല കോണുകളിലുമുണ്ട്. അതിനോട് ഉതകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പാർട്ടി ഒരു അപകടാവസ്ഥയിലാണ് എന്ന കാര്യം നേതൃത്വം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തുറന്ന ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ശുഭോദർക്കമായ വിവരമാണ് സെക്രട്ടറി യോഗത്തിൽ നിന്ന് വരുന്നതെന്നാണ് നേതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ചർച്ച തുടരുകയാണ്. 3 മണിക്ക് വീണ്ടും സെക്രട്ടേറിയറ്റ് ചേരും. അതോടൊപ്പം തന്നെ ശ്രീജിത്ത്, നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന CPI നേതാക്കൾ രംഗത്ത് വരുന്നത് നമ്മൾ ഇന്ന് കണ്ടതാണ്. അവർ പരസ്യമായി തന്നെ ഈ പ്രശ്നങ്ങൾ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ CPIയുടെ നേതൃയോഗങ്ങളും ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടരുകയാണല്ലോ. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? CPIയുടെ നേതൃയോഗങ്ങൾ രാവിലെ സെക്രട്ടറി യോഗമാണ്. അത് ഉച്ചയോടുകൂടി അവസാനിക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നത്. കുറച്ചുകൂടി വിശദമായ ചർച്ച നടക്കാൻ പോകുന്നത് എക്സിക്യൂട്ടീവിലാണ്. എക്സിക്യൂട്ടീവാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CPIയുടെ നേതൃസമിതി എന്ന് പറയുന്നത്. എന്തായാലും CPIക്ക് 25 സീറ്റിൽ മത്സരിച്ച് 8 സീറ്റുകൾ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. 2001 ശേഷമുള്ള ഏറ്റവും കനത്ത പരാജയമാണ് CPI നേരിടുന്നത്. പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി. അതുകൊണ്ട് തന്നെ വളരെ വിമർശനപരമായ ഒരു ചർച്ച CPIയിലും നടക്കും. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥികളെയും അടക്കമുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ തന്ത്രങ്ങൾ രൂപപ്പെടുന്നതിൽ CPIM-ന്റെ നിശ്ചയിച്ച ദിശയിലേക്ക് തന്നെ മൊത്തം കാര്യങ്ങളെ വിട്ടുകൊടുത്തതിൻ്റെ പോരായ്മ, ഇതൊക്കെ CPIയുടെ നേതൃയോഗങ്ങളിൽ ചർച്ചാ വിഷയമാകും. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ള വിമർശനത്തിനും സാധ്യതയുണ്ട്. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചൊരു നാണംകെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതൃയോഗങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരാനുള്ളൊരു സാധ്യത കൂടി തെളിയുക. കാലാകാലങ്ങളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച, പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും ആ മട്ടിലൊരു പരിശോധനയും തിരുത്തലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായിരിക്കെ നേതാക്കൾക്കായി ഇന്നും വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. KC വേണുഗോപാലിനായും VD സതീശനായും രമേശ് ചെന്നിത്തലയ്ക്കായുമായാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച തുടരുന്നതിനിടെയാണ് വിവിധയിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. എറണാകുളം പെരുമ്പാവൂരിലും തൃക്കാക്കരയിലും കോട്ടയത്തും പാലായിലും ആലപ്പുഴയിലും KC വേണുഗോപാലിനായി ഫ്ലക്സുകൾ ഉയർന്നു. പോർക്കളത്തിലെ പടനായകന് അഭിവാദ്യങ്ങളെന്നും ഇനി KC നയിക്കുമെന്നും പെരുമ്പാവൂരിൽ സ്ഥാപിച്ച ഫ്ലക്സിൽ പറയുന്നു. RC ബ്രിഗേഡ് എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. തൃക്കാക്കര വള്ളത്തോൾ ജംഗ്ഷനിലും KCക്കായി ഫ്ലക്സുകൾ സ്ഥാപിച്ചു.
വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഫ്ലക്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ഡി.സി.സി ഓഫീസിന് സമീപത്തും നഗരത്തിലും പാലായിലും സമാനമായ രീതിയിൽ കെ.സിക്കായി ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. ആലപ്പുഴ നഗരത്തിൽ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് ദ റിയൽ ലീഡർ എന്ന പേരിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത്. വയനാട് മേപ്പാടി പള്ളിക്കവലയിലെ കോൺഗ്രസ് എന്ന പേരിലാണ് വി.ഡി. സതീശനായി ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. വി.ഡി. സതീശന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുമായി കോഴിക്കോട് തൊട്ടിൽപ്പാലത്ത് യു.ഡി.എഫ് ആഹ്ലാദ പ്രകടനം നടത്തി. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടുകളുടെ രാജകുമാരൻ തുടങ്ങിയവയാണ് ഫ്ലക്സ് ബോർഡിലെ വിശേഷണം. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങളെന്നും ഫ്ലക്സിൽ പറയുന്നു. കണ്ണൂർ പയ്യന്നൂർ വെള്ളൂരിൽ നിയുക്ത എം.എൽ.എ. വി. കുഞ്ഞികൃഷ്ണന്റെ വാർഡിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. പട നയിച്ചവൻ നയിക്കട്ടെ എന്നാണ് ഫ്ലക്സിലെ വാചകം. പെരുമ്പാവൂരിലും കോഴിക്കോടും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. കേരളത്തെ നയിക്കാൻ രമേശ് ചെന്നിത്തല എന്നതാണ് തലവാചകം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയടക്കം യോഗ്യരെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. അനുഭവ സമ്പത്തുള്ളവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെയെന്നും വി.ഡി. സതീശൻ മാപ്പ് പറയേണ്ട സമയം കഴിഞ്ഞെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. 3 പേരെയും ഒരേപോലെ പുകഴ്ത്തിയായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. വ്യക്തിപരമായിട്ട് ഞാൻ ചെന്നിത്തല യോഗ്യനാണ് ഇല്ലെന്ന് പറഞ്ഞില്ല. അത് തീരുമാനിക്കുക ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. പക്ഷെ അതിനൊരു മാനദണ്ഡം വേണം. കാരണം ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. രമേശ് ചെന്നിത്തല അത് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ആൾ, ഏറെ നാൾ പ്രവർത്തന പാരമ്പര്യം പരിചയമുള്ള ആൾ, മെയ്വഴക്കമുള്ള ആൾ, എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള നയവും നയജാതിരയുള്ള ഒരു നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിമോഹം പരസ്യമാക്കി കോൺഗ്രസ് എം.എൽ.എമാർ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാനിമോൾ ഉസ്മാനും IC ബാലകൃഷ്ണനും പറഞ്ഞു. വയനാടിന് മന്ത്രി ആവശ്യമാണ് എന്നായിരുന്നു മാനന്തവാടിയിൽ നിന്ന് ജയിച്ച ഉഷാ വിജയന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയെ നിശ്ചയിച്ച ശേഷമേ മറ്റു വകുപ്പുകളിലേക്കുള്ള മന്ത്രിമാരെ തീരുമാനിക്കൂ എന്നിരിക്കെ മന്ത്രിയാകാനുള്ള തങ്ങളുടെ യോഗ്യത എടുത്തു പറയുകയാണ് നേതാക്കൾ. മന്ത്രിസഭയിൽ പേരിനൊരു വനിതാ മന്ത്രി പോരാ, അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് അരൂർ MLA ഷാനിമോൾ ഉസ്മാൻ. മന്ത്രിസഭയിൽ കൂടുതൽ വേണമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പേരിന് വേണ്ടി ഒരാളെയോ രണ്ടാളെയോ ഒക്കെ വെക്കുന്നതിനപ്പുറമായിട്ട് മതിയായ പ്രാതിനിധ്യം കൊടുത്ത് UDF മാതൃക കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് 2ആക്കി. അതിൽ പട്ടികവർഗ വകുപ്പ് തനിക്ക് നൽകുമെന്നാണ് പ്രതീക്ഷയെന്ന് സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ. കേരളത്തിന്റെ 2011 സ്റ്റാറ്റസ് കോ ആണ് മന്ത്രിസഭാ രൂപീകരണത്തിൽ പരിഗണിക്കുന്നതെങ്കിൽ SC/ST വകുപ്പ് 2ആക്കി, 2 വകുപ്പുകളുണ്ടാക്കി. അതിലൊരു വകുപ്പ് ഏൽപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോട് തന്നെ മുന്നോട്ട് പോകുന്നു. വയനാടിന് മന്ത്രിയെ ആവശ്യമാണെന്നും അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും മാനന്തവാടി MLA ഉഷാ വിജയൻ. തീർച്ചയായിട്ടും വയനാട്ടിലൊരു മന്ത്രി വേണം. ഇതിനു മുമ്പ് മന്ത്രിമാരുണ്ടായിരുന്ന ഒരു ജില്ലയാണല്ലോ വയനാട്. അപ്പം ആളുകളെല്ലാവരും ആഗ്രഹിക്കുന്നു മന്ത്രി വേണമെന്നുള്ളത്. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം 24 വയനാട്. മുസ്ലിം ലീഗിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ സജീവമാണ്. മന്ത്രിമാരെ നിർണ്ണയിക്കുന്നതിൽ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചു. മലപ്പുറത്തു നിന്നുള്ള മന്ത്രിമാരുടെ എണ്ണം കുറിച്ച് മറ്റു ജില്ലകൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് ആലോചന. പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പിക്കാൻ മലപ്പുറത്ത് നിന്ന് മന്ത്രിമാരുടെ എണ്ണം 2ആയി ചുരുക്കും. കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകൾക്ക് പ്രാതിനിധ്യം നൽകാൻ ശ്രമിക്കും. മത്സരിച്ച മുഴുവൻ പേരും വിജയിച്ച കോഴിക്കോടിന് ലീഗ് മന്ത്രി ഉറപ്പ്. KM ഷാജിയെ മന്ത്രിയാക്കുന്നതിലൂടെ വയനാട് പ്രാതിനിധ്യവും ലീഗിന് ഉറപ്പിക്കാനാകും. പാലക്കാടിന് N ഷംസുദ്ദീൻ, കോഴിക്കോടിന് പാറക്കൽ അബ്ദുള്ള, കാസർഗോഡിന് കല്ലട്ര മൈൻ ഹാജി അല്ലെങ്കിൽ AK മഷ്റഫ് എന്നിങ്ങനെയാകും പരിഗണന. മന്ത്രിപദത്തെ ചൊല്ലി നിയുക്ത ലീഗ് MLA-മാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. പാർട്ടി നേതൃത്വം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഉന്നതാധികാര സമിതിയും ഉത്തരവാദിത്തപ്പെട്ട ബഹുമാന്യരായ നേതാക്കന്മാരും ഇരുന്ന് ആലോചിച്ച് എടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും മുന്നണിയുമായി സംസാരിക്കുക, മുന്നണി നേതൃത്വമായി, കോൺഗ്രസിന്റെ നേതൃത്വമായി സംസാരിക്കുക. അതൊക്കെ അവർ തീരുമാനിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. മന്ത്രിയാവുക എന്നൊക്കെ പറയുന്നത് ഏത് രാഷ്ട്രീയ പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാണക്കാട് തങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത്, അത് തന്നെയാണ് പ്രധാനം. AK മഷ്റഫ്, മഞ്ഞളാം കുഴിയലി തുടങ്ങിയ നേതാക്കൾ ഇന്ന് പാണക്കാട്ടെത്തി സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ നിയുക്ത മന്ത്രി PK ബഷീറിന് അഭിവാദ്യങ്ങൾ എന്ന വാചകങ്ങളോടെ ഏറനാട് അരീക്കോട് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു.
അതേസമയം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതിൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെന്ന് കെ രമ പറഞ്ഞു. പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കും. ഒഫീഷ്യലായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു കെ രമയുടെ പ്രതികരണം. പാണക്കാട്ട് തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തർക്കങ്ങളോ വിവാദങ്ങളോ ഇല്ലാതെ മന്ത്രിതല ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. മുഹമ്മദ് അർഷാഖിനൊപ്പം പാണക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പാർട്ടി കോട്ടകളിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെ കണ്ണൂർ CPIML നേതൃമാറ്റത്തിനായി അണികളുടെ മുറവിളി കൂടുതൽ ശക്തമായി. അഴീക്കോട് P ജയരാജനായി വീണ്ടും ഫ്ലക്സ് ബോർഡ് ഉയർന്നു. പിണറായി വിജയന്റെ ശൈലിക്കൊപ്പം MV ഗോവിന്ദന്റെ വീഴ്ചകളും തോൽവിക്ക് കാരണമായെന്ന വിമർശനവും പാർട്ടിയിൽ വരുന്നുണ്ട്. സമൂഹമാധ്യമങ്ങളിലെ CPIM ഹാൻഡിലുകൾ തന്നെ നേതൃമാറ്റത്തിനായി ശബ്ദമുയർത്തിയതോടെ സമീപകാലത്തെ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ ഒന്നുമില്ലാത്ത പ്രതിസന്ധിയാണ് പാർട്ടി നേതൃത്വം നേരിടുന്നത്. MV ഗോവിന്ദനും കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനുമെതിരെ തളിപ്പറമ്പിൽ ഇന്നലെ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അഴീക്കോട് P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന തലക്കെട്ടോടെ പുതിയ ഫ്ലക്സ് ഉയർന്നത്. CPIMൽ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്ന സംഘടനാ രീതി മറ്റൊന്നായിരിക്കെ അണികളിൽ നിന്നുയരുന്ന നേതൃമാറ്റ ആവശ്യം പുകയുന്ന രോഷത്തിന്റെ സൂചനയാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും UDFിലേക്ക് ഒഴുകിയ CPM വോട്ടുകൾ തിരിച്ചെത്തണമെങ്കിൽ തൊലിപ്പുറത്തെ ചികിത്സ മാത്രം മതിയാകില്ലെന്നാണ് അണികൾ പങ്കുവയ്ക്കുന്ന വികാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാധാരണ പ്രവർത്തകർക്ക് അപ്രാപ്യമായി മാറിയതിനു പുറമെ സംഘടനാ രംഗത്ത് MV ഗോവിന്ദന്റെ അപക്വമായ ഇടപെടലുകളും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വിമർശിക്കപ്പെടുന്നുണ്ട്. സാധാരണ പാർട്ടിക്കെതിരെ ഉയരുന്ന വിമർശനക്കുറിപ്പുകളും പോസ്റ്ററുകളും തള്ളുന്ന CPIM ജില്ലാ നേതൃത്വം ഇതുവരെ ഒരു വിശദീകരണവും ഇറക്കിയിട്ടില്ല. ജില്ലയിലുണ്ടായ കനത്ത തോൽവിക്കും വോട്ട് ചോർച്ചയ്ക്കും പിന്നാലെ ഉണ്ടായ ആഭ്യന്തര കലഹം എങ്ങനെ നേരിടുമെന്ന ആലോചനയിലാണ് നേതൃത്വം. അജീഷ് ജയകുമാർ, 24, കണ്ണൂർ. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആലപ്പുഴയിലെ CPIML പൊട്ടിത്തെറി. കായംകുളത്ത് തോറ്റ ശേഷം പ്രതിഭ അസംബന്ധം പറയുന്നുവെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി R നാസർ തുറന്നടിച്ചു. പാർട്ടി കേന്ദ്രങ്ങളിൽ പിന്നിൽ പോയതിൽ പ്രതിഭ നേതൃത്വത്തെ പരാതി അറിയിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. SNDP വോട്ടുകൾ നഷ്ടമായത് എന്തുകൊണ്ടെന്ന് പ്രതിഭ തന്നെ ആലോചിക്കണമെന്നും R നാസർ പറഞ്ഞു. വാക്കുകളിലേക്ക്. ചുമ്മാ അസംബന്ധം പറഞ്ഞു, തോറ്റു കഴിയുമ്പോൾ എന്തും വിളിച്ചു പറയുന്നു. അവിടുത്തെ ആളുകൾ നല്ലപോലെ പണിപ്പെട്ടതിന് ശേഷമാണ് ഇവരെല്ലാം അവിടുത്തെ MLA. 10 വർഷമായിട്ട് അവിടെ MLA അല്ലേ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്താ 3ാം സ്ഥാനത്ത് പോയത്? കായംകുളം മണ്ഡലം. അത് ആരുടെ കുഴപ്പം കണ്ട ആ 3ാമത് പോയതിനൊരു അത് അവർക്കില്ലേ? എന്നിട്ട് ഇപ്പം തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ വർത്തമാനം പറയണം. അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അവിടെ തോറ്റിട്ടുണ്ട്. തോറ്റെന്ന് വെച്ചാൽ കാര്യം ഇതാ, തോറ്റത് പത്തിയൂരായാലും ശരി, പിന്നെ ഇവിടെ ചെട്ടികുളങ്ങര ആയാലും ശരി, നഗരസഭയിലായാലും ശരി, അവിടെയൊക്കെ കുറവ് വന്നിട്ടുണ്ട്. കുറവ് വന്നെന്താ, നമുക്ക് LDFന് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ എഴുതി തന്ന വോട്ട് തന്നെ മാറി ചെയ്തിരിക്കുന്നു. ആ മാറ്റം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. ആരോടുള്ള പ്രതിഷേധമാണ്? പാർട്ടിയോടുള്ള പ്രതിഷേധമാണോ? ഈ സ്ഥാനാർത്ഥിയോടുള്ള പ്രതിഷേധമാണോ? പ്രതിഭ SNDP അല്ലേ? അതെന്താ അവരാലോചിക്കേണ്ടത്? അവർ SNDPക്കാരെ അവർക്കെതിരായിട്ട് പ്രവർത്തിച്ചെങ്കിൽ അതെന്തുകൊണ്ടാണെന്നുള്ളത് അവരാ ചിന്തിക്കേണ്ടത്, അല്ല SNDPക്കാരുടെ കുഴപ്പമല്ല. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത്. അതെ അശ്വിൻ, പറയൂ. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ആലപ്പുഴയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായിരുന്നു. കായംകുളത്ത് തോറ്റ ശേഷം പ്രതിഭ അസംബന്ധം പറയുന്നുവെന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പ്രതിഭയ്ക്കെതിരെ തുറന്നടിക്കുന്നത്? പ്രവിത ക്രിസ്റ്റീന, ആലപ്പുഴ ജില്ലയിൽ 8 സീറ്റുകളിലായിരുന്നു കഴിഞ്ഞ 2021 CPIM LDF ജയിച്ചത്. അതിന് പിന്നാലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം. എല്ലാ സീറ്റുകളിലും നേരിടേണ്ടി വന്നു. 3 സിറ്റിംഗ് സീറ്റുകൾ മാത്രമാണ് നിലനിർത്താനായത്. ബാക്കിയെല്ലാം കൈവിട്ടു. അതിൽ ഏറ്റവും നാണംകെട്ട തോൽവിയുണ്ടായ സീറ്റുകളിൽ ഒന്ന് അത് കായംകുളമാണ്. കഴിഞ്ഞ 2 ടേമുകളിൽ CPIMന്റെ MLA ആയ പ്രതിഭയ്ക്ക് 3ാമതൊരു അവസരം കൂടി നൽകി പാർട്ടി ആ മണ്ഡലം നിലനിർത്താൻ ശ്രമിച്ചപ്പോൾ 15,572 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ലിജു അവിടെ വിജയിച്ചത്. അതിൽ വിമർശനമായി പ്രതിഭ പാർട്ടിയോട് തന്നെ പറഞ്ഞത്, പാർട്ടി നേതാക്കളോട് തന്നെ അനൌദ്യോഗികമായി പരാതിയായി പറഞ്ഞത്, പത്തിയൂർ അടക്കമുള്ള ചെട്ടികുളങ്ങര അടക്കമുള്ള പാർട്ടിയുടെ CPIMന്റെ ശക്തി കേന്ദ്രങ്ങളിൽ CPIMന്റെ വോട്ടുകൾ ചോർന്നു എന്നുള്ള പരാതിയാണ്. കണക്ക് പരിശോധിക്കുമ്പോൾ പത്തിയൂരിൽ മാത്രം 1500 വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടമായിട്ടുണ്ട്. അത് പാർട്ടിക്ക് നഷ്ടമായി എന്ന് പറയുന്നത് പ്രതിഭ അവിടെ 1500 വോട്ടുകൾക്ക് പിന്നിലാണ്. കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിൽ നിലകൊണ്ട പത്തിയൂരായിരുന്നു, പാർട്ടി കോട്ടയാണ്. അതിന് പുറമെ കായംകുളം നഗരസഭാ പരിധിയിൽ 8000 വോട്ടുകൾക്കാണ് പ്രതിഭ
പിന്നിൽ പോയത്. ഈ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തനിക്കെതിരെ പ്രവർത്തനമുണ്ടായി എന്ന പരാതി നേതാക്കളുടെ അനൌദ്യോഗികമായി യു പ്രദീപ് പറഞ്ഞു. അതിനെതിരെയാണ് ജില്ലാ സെക്രട്ടറി ആർ നാസർ അതിരൂക്ഷ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തോറ്റതിന് പിന്നാലെ എന്തും പറയാം എന്നൊരു ധാരണ യു പ്രതിഭ വെച്ച് പുലർത്തരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഒപ്പം അസംബന്ധം പറയരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി യു പ്രതിഭയ്ക്ക് പാർട്ടി സെക്രട്ടറി പരസ്യമായി ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കായംകുളത്ത് CPM-ൽ യു പ്രതിഭയെ ചൊല്ലിയുള്ള വിഭാഗീയത പരിഹരിച്ചു എന്ന് പാർട്ടി പറയുമ്പോഴും ഇപ്പോഴും അത് ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വരും ദിവസങ്ങളിലും യു പ്രതിഭ പല കാര്യങ്ങളും ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് തുറന്നു പറയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ അവർ സംസ്ഥാനത്തിന് പുറത്താണുള്ളത്. അവിടെ നിന്ന് തിരികെ വന്നതിന് ശേഷം ഈ തോൽവിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിമർശനങ്ങൾ പാർട്ടിക്കെതിരെ യു പ്രതിഭ നടത്തിയേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ക്രിസ്റ്റീന, എത്രയൊക്കെ വിമർശനങ്ങൾ വന്നാലും പാർട്ടി എന്തായാലും ആ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത്. അപ്പോൾ അതിന് മറ്റു കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്കായിരിക്കാം പരിശോധന. മാത്രമല്ല ഇത് മുൻപ് പ്രതിഭ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം കൂടിയാണ്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളത്. എന്തായാലും അതിപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ അതിന് ആ തരത്തിൽ തന്നെ ആയി എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭ പറയുന്നത്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ LDF-ൽ നിന്നും BJP-യിലേക്ക് ഒഴുകിയ വോട്ടുകളെ ചൊല്ലി ചർച്ച. കഴക്കൂട്ടത്തും ചാത്തന്നൂരും തിരിച്ചടിയുണ്ടായതിലാണ് വിമർശനം. CPI നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി നേതാക്കൾ രംഗത്ത് വന്നു. വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. നിയമത്തിന് പുറമെ BJP താമര വിരിയിച്ച തിരുവനന്തപുരം കഴക്കൂട്ടത്തും കൊല്ലം ചാത്തന്നൂരിലും LDF വോട്ടുകളിൽ വൻ ചോർച്ചയാണുണ്ടായത്. വോട്ടുകൾ വ്യാപകമായി BJP-യിലേക്ക് മാറിയെന്നാണ് കണക്കുകൾ. കഴക്കൂട്ടത്ത് 17,000 വോട്ടും ചാത്തന്നൂരിൽ 11,000 വോട്ടുമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് LDF-ന് കുറഞ്ഞത്. CPI-യുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ചാത്തന്നൂരിലെ തോൽവിയിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മറുപടി പറയണമെന്ന് മുതിർന്ന നേതാവ് KE ഇസ്മയിൽ ആവശ്യപ്പെട്ടു. ഞങ്ങൾ മത്സരിച്ച് സാധാരണ ജയിച്ചുകൊണ്ടിരുന്ന എത്രയോ കാലമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റാണ് ചാത്തന്നൂർ. അവിടെയാണ് ഇപ്രാവശ്യം BJP ജയിച്ചത്. ആ BJP ജയിക്കാൻ ഇടയായത് എന്തുകൊണ്ടാണ് എന്ന് 100 വട്ടം ആലോചിക്കണം. ബിനോയ് വിശ്വം അപ്രമാദിതൊന്നുമല്ലല്ലോ, ദൈവതുല്യമൊന്നുമല്ലല്ലോ. എല്ലാവരും മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റുമല്ലോ. ബിനോയ് വിശ്വം സ്വയം പരിശോധനയ്ക്ക് വിധേയമാകണം. പാർട്ടിയിലെ ഏകാധിപത്യ പ്രവണത തിരുത്തണമെന്ന് മുതിർന്ന നേതാവ് KK ശിവരാമന്റെ പ്രതികരണം. ജനങ്ങളുടെ യജമാനന്മാരായി പാർട്ടി നേതാക്കന്മാർ മാറിയാൽ അവർക്കത് പൊറുക്കാൻ കഴിയില്ല. ഒരു ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെയുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ടും തിരുത്തി പോകേണ്ടത് തന്നെയാണ്. ഇത്തരമൊരു പരാജയം പ്രതീക്ഷിച്ചില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി. അല്ല, ഞങ്ങളെല്ലാം പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ഫലം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതേപ്പറ്റി ഗൗരവമായി പഠിക്കേണ്ടതുണ്ട്. എന്തെല്ലാം കുറവുണ്ടായി ഇതെല്ലാം നോക്കും. എന്നിട്ട് എന്തെല്ലാം മാറ്റം വേണമോ ആ മാറ്റങ്ങളെല്ലാം വരുത്തും. സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉയരുന്ന അഭിപ്രായം CPI-യുടെ മുന്നോട്ടു പോക്കിൽ നിർണായകമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോഴിക്കോട് ജില്ലയിൽ പാർട്ടി വോട്ടുകൾ BJP-യിലേക്ക് എത്തിയെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തൽ. കോഴിക്കോട് നഗരത്തിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ലീഡ് ചെയ്തത് BJP-യാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വോട്ട് ലഭിച്ചെന്ന് പറയാനാകില്ലെന്ന് കോഴിക്കോട് നോർത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് പ്രതികരിച്ചു. CPIM-ന്റെ എക്കാലത്തെയും ചെങ്കോട്ടയായിരുന്ന കോഴിക്കോട്ടെ പല മണ്ഡലങ്ങളിലും ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ജില്ലയിൽ CPM വോട്ടുകൾ BJP-ക്ക് ലഭിച്ചെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തലുണ്ടായി. തിരിച്ചടിയായത് ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ലെന്നും അടിയുറച്ച പാർട്ടി വോട്ട് BJP-ക്ക് ചോർന്നതും തിരിച്ചടിക്ക് കാരണമായി. കോഴിക്കോട് നോർത്തിൽ 10,000 വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. ഗൗരവമേറിയ വിഷയമാണെന്നും ആഴത്തിൽ പരിശോധന വേണമെന്നും കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ പരാജയപ്പെട്ട CPM നേതാവ് തോട്ടത്തിൽ രവീന്ദ്രൻ. ഇതെന്താണ് കാരണം എന്നുള്ളത് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കേണ്ടി വരും. കാരണം അതൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 102 സീറ്റാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ വോട്ട് കിട്ടിയെന്ന് പറയാനാകില്ലെന്ന് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ്. വികസനം ആഗ്രഹിക്കുന്നവരും വിശ്വാസികളും BJP-ക്ക് വോട്ട് ചെയ്തു. ഒരു പാർട്ടിയുടെ വോട്ട് BJP-ക്ക് കേന്ദ്രീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അതൊരു പാർട്ടിയുടെ വോട്ടായിരുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യുവാക്കളുടെ വോട്ടുകൾ, പുതുതായിട്ട് വോട്ട് ചേർത്തിട്ടുള്ള ആളുകളുടെ മുഴുവൻ വോട്ടും BJP-ക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. കോഴിക്കോട് സൗത്തിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങൾ ലീഡ് ചെയ്തത് BJP-യാണ്. ഇവിടെ LDF-ന് 10,000-ലധികം വോട്ടിന്റെ കുറവുണ്ടായി. ബേപ്പൂർ മണ്ഡലത്തിലെ വോട്ട് ചോർച്ചയും CPIM പരിശോധിക്കുന്നുണ്ട്. 24 കോഴിക്കോട്.
LDF സർക്കാരിൽ കിഫ്ബി മുൻ CEO KM എബ്രഹാം സൂപ്പർ മുഖ്യമന്ത്രി ചമഞ്ഞെന്ന ബി അശോക് IAS 200 കോടിയുടെ നികുതിപ്പണം തുടർഭരണം നേടാൻ ചെലവഴിച്ചെന്നും ആരോപണം. അന്വേഷണം നടന്നാൽ KM എബ്രഹാം കുടുങ്ങുമെന്നും ബി അശോക് 24നോട് പറഞ്ഞു. ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ തിരസ്കാരത്തിന്റെ ഒരു 50% ഉത്തരവാദിത്വം ശ്രീ എബ്രഹാം സ്വീകരിച്ച നയങ്ങളും നടപടികളും ജനങ്ങൾ റിജക്റ്റ് ചെയ്തതുകൊണ്ടാണ്. അദ്ദേഹമാണ് 200 കോടിയിൽ പരം രൂപ പൊതു ഖജനാവിൽ നിന്നും ഞാൻ പറയും അനധികൃതമായിട്ട് എടുത്തുകൊണ്ടുപോയി ശ്രീ പിണറായി വിജയനെ മൂന്നാമത് അധികാരത്തിലേറ്റാനുള്ള വൻകിട ക്യാമ്പയിൻ ഇവിടെ അഴിച്ചുവിട്ടത്. മുഖ്യമന്ത്രിക്കും മീതെയായിരുന്നു പല കാര്യങ്ങളിലും. മന്ത്രിയുടെ റാങ്കോടുകൂടി ബാക്കി എല്ലാ മന്ത്രിമാരെയും ഓവർഷൂട്ട് ചെയ്ത് ഔട്ട് റാങ്ക് ചെയ്ത് ശ്രീ പിണറായി വിജയന് നേരിട്ട് ഫയൽ കൊടുക്കുകയും ക്യാബിനറ്റ് തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ശ്രീ എബ്രഹാം റിസൾട്ട് വന്ന നിമിഷം തന്നെ രാജിവെക്കേണ്ടതായിരുന്നു. ഇല്ല, KM എബ്രഹാം എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണമെന്നാണ് പ്രധാനമായിട്ടും എൻ്റെ ഒരു ഫീലിംഗ്. പിണറായി വിജയൻ ഏകാധിപതിയെന്ന് തുറന്നടിച്ച് CPIM സഹയാത്രികനും മുൻ MP-യുമായ സെബാസ്റ്റ്യൻ പോൾ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ തന്നെ ഏറ്റെടുക്കണമെന്നും സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കരുതെന്നും സെബാസ്റ്റ്യൻ പോൾ 24നോട് പറഞ്ഞു. വിപിൻ C വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരു വലിയ പരാജയം ഉണ്ടായിരിക്കുന്നു. ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നാണ് അങ്ങ് കരുതുന്നത്? സത്യസന്ധമായ ആലോചനയാണ് നടക്കുന്നതെങ്കിൽ പാർട്ടിക്ക് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ച് പാർട്ടിക്ക് സ്വന്തമായ ഒരു അസ്തിത്വം ഇല്ലാതായ സാഹചര്യമാണ്. പാർട്ടി സെക്രട്ടറി ഒക്കെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ നിഷ്പ്രഭനാണ്. അപ്പോൾ എല്ലാ അധികാരവും മുഖ്യമന്ത്രിയിലേക്ക് ഒതുങ്ങി. എല്ലാ നേട്ടങ്ങളുടെയും ഖ്യാതി മുഖ്യമന്ത്രിക്ക് സ്വന്തമായി. ആ സാഹചര്യത്തിൽ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണം. ഒപ്പം തന്നെ ഈ പരാജയം ഉണ്ടായി. ഇനി ഇതിൽ നേതൃത്വം ഒരു മാറി ചിന്തിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷത്ത് ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്? ഇവിടെ ഇപ്പോൾ ജനങ്ങൾ ഇടപെട്ട് പാർട്ടിയെ തിരുത്തുന്ന ഒരു മഹത്തായ വലിയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പാർട്ടി നേതൃത്വം കേവലം കാഴ്ചക്കാരായി മാറിയ അവസ്ഥയുണ്ട്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തന്നെ വരണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ ആരായിരിക്കണം? പിണറായി വിജയൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവായി ഒരാൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണല്ലോ. പിണറായി വിജയന് ഇനി ഏതായാലും അങ്ങനെയൊരു പ്രതീക്ഷയ്ക്ക് വകയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല. പകരമെന്ന് പറയുമ്പോൾ മുഖങ്ങളൊക്കെ പരിമിതമാണ്. ബാലഗോപാൽ വളരെ ഉള്ളൂ. അവരിൽ നിന്ന് ഒരാളത് ഏറ്റെടുത്താൽ അത്രയും ഒരു നവീകരണം അവിടെ നടക്കുമല്ലോ. അതിന് പാർട്ടി തയ്യാറാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, അപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മാഹിനൊപ്പം വിപിൻ C വിജയൻ, 24 കൊച്ചി. ഇനി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഡെവലപ്മെന്റിലേക്കാണ്. തമിഴ്നാട്ടിലെ സൂപ്പർ വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനുള്ള കടമ്പകൾ കടന്ന് ക്ലൈമാക്സിലേക്ക് വിജയ്. NDA സഖ്യം വിട്ട് TVKയ്ക്ക് പിന്തുണ നൽകാൻ 47 MLA-മാരുള്ള AIADMK തീരുമാനിച്ചു. DMK സഖ്യം വിട്ട് കോൺഗ്രസും TVKയുമായി സഖ്യം രൂപീകരിച്ചിട്ടുണ്ട്. തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രി നാളെ രാവിലെ 11:30 C ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യും. മനീഷ് മൂർത്തിയാണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. മനീഷ്, TVK സംബന്ധിച്ച്, വിജയെ സംബന്ധിച്ച് ഇതൊരു അഭിമാന മുഹൂർത്തം കൂടിയാണ്. അവർ പ്രതീക്ഷിച്ചതിലും ഉജ്ജ്വലമായ വിജയമാണ് തമിഴ്നാട്ടിൽ നേടാനായത്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ AIADMKയുടെയും കോൺഗ്രസിന്റെയും പിന്തുണ കൂടി ലഭിക്കുന്നതോടെ ശക്തമായിട്ടുള്ളൊരു ഭരണം കാഴ്ചവെക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷ TVKയ്ക്കുണ്ടോ? എങ്ങനെയാണ് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? പ്രവിത, ക്രിസ്റ്റീന, എന്തായാലും 47 MLA-മാർ പൂർണ്ണമായും, നിയുക്ത MLA-മാർ പൂർണ്ണമായും തന്നെ TVKയ്ക്ക് പിന്തുണ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത് നേരത്തെ 40-ലധികം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു കൃത്യമായ കണക്കിലേക്ക് കൂടി ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ്. അണ്ണാ DMKയുടെ മുഴുവൻ നിയുക്ത MLA-മാരും കൃത്യമായി തന്നെ TVKയ്ക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള കത്ത് TVKയ്ക്ക് നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി നിയുക്ത MLA-മാർ ഇപ്പോൾ ഇതിനകം തന്നെ ഞാനുള്ളത്
പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് എടപ്പാടി കെ പളനിസ്വാമിയുടെ വസതിയിലാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള MLA-മാർ ഇപ്പോൾ ഇതിനകം തന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും DMK എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഭരണത്തിൽ പങ്കാളികളാവാതെ പുറത്തു നിന്നുള്ള പിന്തുണ എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായെടുത്തൊരു തീരുമാനം തന്നെയാണ്. നേരത്തെ 2 വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് 40 MLA-മാരുടെ ഒരു AC ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ ഒരു 40 CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ 40 MLA-മാർ TVKയ്ക്ക് പിന്തുണ നൽകണം എന്നുള്ള ഉറച്ച നിലപാടെടുക്കുന്നു. മറ്റൊരു വിഭാഗം SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗം അത് BJPക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ എന്തായാലും ആ ഒരു തർക്കമൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇരുവരും തന്നെ തീരുമാനിച്ചതാണ് 47 MLA-മാരും സപ്പോർട്ട് ചെയ്യാം, TVKയ്ക്ക് സപ്പോർട്ട് ചെയ്യാം, അത് പുറത്തു നിന്നുള്ള പിന്തുണ മതിയാകും എന്ന രീതിയിലേക്ക്. അപ്പോൾ എന്തായാലും വിജയ് വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിൽ എന്തായാലും തമിഴ്നാടിന്റെ ഭരണത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ഇന്നലെ രാത്രിയിൽ നടന്ന കോൺഗ്രസ് നേതൃയോഗത്തിൽ പറഞ്ഞിരുന്ന കാര്യം 2 മന്ത്രിസ്ഥാനം അതുപോലെ തന്നെ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം എല്ലാം വേണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആകുമ്പോഴേക്കും സ്ഥിതി മാറുന്നു. ഒരു ഡിമാൻഡുകളും ഇല്ലാതെ ഉപാധികളില്ലാത്ത പിന്തുണയാണ് എന്തായാലും കോൺഗ്രസ് സഖ്യമായി തന്നെ നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ. നാളെ രാവിലെ 11:30 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് 18ാമത് മുഖ്യമന്ത്രി, തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുക. ക്രിസ്റ്റീന, പ്രവിത. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ TVK ആദ്യമായി വരികയാണ് ഭരണത്തിൽ. അപ്പോൾ ആ ഭരണം അതെങ്ങനെയാകും എന്നുള്ളതാണ്. ഭരണപരമായ ഒരു അവ്യക്തത പുതിയ പാർട്ടി എന്നുള്ള നിലയിൽ TVKയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ ഉയർന്ന ചോദ്യമാണ്. പക്ഷേ AIADMKയും കോൺഗ്രസും കൈകോർക്കുമ്പോൾ അവർക്കൊരു കരുത്താകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ, ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് മുന്നിൽ ശക്തി പ്രകടനത്തിനൊരുങ്ങി കോൺഗ്രസ് ഗ്രൂപ്പുകൾ. നിരീക്ഷകർ വിമാനത്താവളത്തിലെത്തുമ്പോൾ ശക്തി പ്രകടനം നടത്താൻ ആഹ്വാനം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ ഗ്രൂപ്പുകളാണ് വിമാനത്താവളത്തിൽ ആളെ കൂട്ടാൻ ഒരുങ്ങുന്നത്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീജിത്ത്, നിരീക്ഷകർക്ക് മുന്നിൽ ശക്തി പ്രകടനത്തിന് കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഒരുങ്ങുമ്പോൾ അത് ഏത് തരത്തിലാകുമെന്നാണ് കരുതേണ്ടത്? എന്തൊക്കെ തീരുമാനമാണ് ഈ ഗ്രൂപ്പുകൾ എടുത്തിരിക്കുന്നത്? നാളെ രാവിലെ 10 മണിക്കാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം. ഈ യോഗത്തിന് മേൽനോട്ടം വഹിക്കാനാണ് ഹൈക്കമാൻഡ് 2 നിരീക്ഷകരെ നിയോഗിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് നിരീക്ഷകരായി കേരളത്തിലേക്ക് വരുന്നത്. അവർ ഇന്ന് വൈകുന്നേരം 6:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരും. ആ വിമാനത്തിൽ തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എത്തുന്നത്. ഈ സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് സ്വീകരണം ഒരുക്കുന്നു എന്ന മട്ടിലുള്ള സന്ദേശമാണ് ചെന്നിത്തല ഗ്രൂപ്പിൽ നിന്ന് അണികളിലേക്ക് പോയിരിക്കുന്നത്. അവിടെ ഒരു ശക്തി പ്രകടനം, ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു ശക്തി പ്രകടനം അവിടെ നടത്താനുള്ള ആഹ്വാനം നടക്കുന്നു. മറുവശത്ത് VD സതീശൻ ഗ്രൂപ്പും അവിടെ ഒരു ശക്തി പ്രകടനത്തിന് ഒരുങ്ങുന്നുണ്ട്. എറണാകുളം മുതലുള്ള ആളുകൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിർദ്ദേശമാണ് ഗ്രൂപ്പുകളുടെ വാട്സാപ്പിലും മറ്റുമായി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം മുകുൾ വാസ്നിക്കും അജയ് മാക്കനും തിരുവനന്തപുരത്ത് 6:30 വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൽ ഒരു വലിയ ശക്തി പ്രകടനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതായത് നിയമസഭാ കക്ഷി യോഗത്തിന് മുമ്പ് നേതാക്കന്മാർ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രധാന നേതാക്കന്മാർ തങ്ങളുടെ ശക്തി പ്രകടനം നടത്തുമ്പോൾ അത് ഹൈക്കമാൻഡിനുള്ള ഒരു സന്ദേശം കൂടിയായിട്ട് വേണം കാണാൻ. കാരണം തങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണയുണ്ട്, MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന കാര്യം നിയമസഭാ കക്ഷി യോഗത്തിന് മുമ്പ് തന്നെ വ്യക്തമാക്കുകയാണ് ഇത് ഒരു ശക്തി പ്രകടനത്തോടെ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു പൊതു അന്തരീക്ഷം നേതാക്കൾക്ക് അനുകൂലമാക്കിയെടുക്കുക എന്നതാണ് ഈ ശക്തി പ്രകടനത്തിന്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. തളിപ്പറമ്പിലെ വിജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി TK ഗോവിന്ദൻ. വിനോദിനി ബാലകൃഷ്ണൻ TK ഗോവിന്ദനെ സ്വീകരിച്ചു. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, ഈ ഒരു സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി ജയിച്ച് വീണ്ടും സഖാവ് കോടിയേരിയുടെ വീട്ടിലേക്ക് വരുന്നു. ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്താണ് നമുക്ക് പറയാനാവുന്നത്? ക്രിസ്റ്റീന, പ്രവിധ, അല്പസമയം മുമ്പാണ് നിയുക്ത തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം കോടിയേരിയുടെ വീട്ടിലെത്തിയത്. അവിടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ഇവരെ ഇരുവരെയും സ്വീകരിക്കുകയും ചെയ്തു. ഇതിന് മുന്നിൽ കോടിയേരിയുടെ ഓർമ്മകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഇരുവരും സന്ദർശനം നടത്തുകയും ചെയ്തു. നേരത്തെ ഈ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിച്ച സമയത്തടക്കം TK ഗോവിന്ദൻ പറഞ്ഞത് കോടിയേരി ആയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ പാർട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു. അത്രത്തോളം അടുപ്പം കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് ഉണ്ടായിരുന്നു. ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദർശനം എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് തളിപ്പറമ്പ് പോലൊരു മണ്ഡലത്തിൽ 56 വർഷം CPM കൈവശം വച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ വിജയിച്ച് ഈ നിൽക്കുന്ന
ഈ ഒരു പശ്ചാത്തലത്തിൽ കോടിയേരിയുടെ വീട്ടിൽ നടത്തുന്ന ഈ ഒരു സന്ദർശനത്തിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഇന്ന് രാവിലെ DCC ഓഫീസിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് പാർട്ടി തെറ്റുതിരുത്താൻ തയ്യാറാകില്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഇനിയും ഇതേപോലെ തന്നെ ഗോവിന്ദനൊക്കെ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമ്പോൾ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. അതിനുശേഷമാണ് അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ എത്തിയത്. എന്തായാലും വലിയൊരു രാഷ്ട്രീയ മാനം തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലെയും ഒക്കെ പ്രശ്നങ്ങൾ അത് വഷളാവാൻ കാരണം നിലവിലെ നേതൃത്വമാണെന്നാണ് അന്ന് പുറത്തുപോയ വി കുഞ്ഞികൃഷ്ണനും അതേപോലെ തന്നെ TK ഗോവിന്ദനും അടക്കം പറഞ്ഞിരുന്നു. എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ വിനീഷ് കോടിയേരി കഴിഞ്ഞ ദിവസം ഈ തോൽവിക്ക് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അതായത് ശക്തമായ ഒരു നേതൃത്വം അന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ നേതൃത്വത്തിന് ചില പിശകുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന ധ്വനി നൽകുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ഈ TK ഗോവിന്ദൻ എത്തിയത്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തളിപ്പറമ്പിലെ പാർട്ടി സഖാക്കൾ തന്നോടൊപ്പം ആണ്. അതിൽ ഒരുപാട് പ്രവർത്തകർ ഇപ്പോൾ നിലവിലെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. പരസ്യമായി അവരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും അവരൊക്കെ തനിക്ക് പിന്തുണയ്ക്കുമെന്ന് TK ഗോവിന്ദൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ആന്തൂരിലും മാത്രമല്ല മലപ്പട്ടം പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടി കേഡർമാരുടെ വോട്ട് പോലും ചോർന്നു പോരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സന്ദർശനം എന്തായാലും വലിയ രീതിയിൽ രാഷ്ട്രീയമായി ചർച്ചയുണ്ടാക്കുന്നതാണ്. എന്തായാലും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ TK ഗോവിന്ദൻ എത്തി. തളിപ്പറമ്പിലെ വലിയ വിജയത്തിന് ശേഷമാണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ അഭികരിച്ചവരുമായി സംസാരിക്കുന്നുണ്ട്. വ്യക്തിപരമായ സന്ദർശനമെന്നാണ് TK ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, വ്യക്തിപരമായ സന്ദർശനം എന്ന് പറയുമ്പോഴും വേറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു ഭവന സന്ദർശനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് നൽകിയത്. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. വാണിജ്യ സിലിണ്ടറുകൾക്ക് വർദ്ധിപ്പിച്ച തുക പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഹോട്ടൽ ഉടമകൾ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. പണിമുടക്കിൽ മൂന്നാറിലേക്ക് എത്തിയ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ വലഞ്ഞു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ പ്രതിഷേധിച്ചു. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത് 993 രൂപ. ഒരു സിലിണ്ടറിന്റെ വില 3000-ന് മുകളിൽ. കേരളത്തിലെ 40% ഹോട്ടലുകൾക്ക് പൂട്ടിടേണ്ട അവസ്ഥ. വർദ്ധിപ്പിച്ച തുക കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ട് പണിമുടക്ക്. എറണാകുളം നഗരത്തിൽ ഏകദേശം 2000 ചില്ലറ ഹോട്ടലുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കും, അതുപോലെ തന്നെ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പണിമുടക്കറിയാതെ എത്തിയ കേരളത്തിന് പുറത്തുള്ളവർ വലഞ്ഞു. நாங்க சேலம்ல இருந்து வரோம். எங்க கிளைமேட் மூணாருக்கு வந்திருக்கோம். எங்க கிளைமேட் ரொம்ப நல்லா இருக்கு. ஆனா ஹோட்டல்ல சிலிண்டர் ஷார்ட்டேஜ்னால சில ஹோட்டல் எதுவும் இல்ல. அதனால நாங்க கொஞ்சம் சாப்பிடாம கொஞ்சம் அஃபெக்ட் ஆகுறோம். വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ഗ്യാസ് കുറ്റിയിൽ റീത്ത് വെച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ മുൻപിലേക്കായിരുന്നു പ്രതിഷേധ പ്രകടനങ്ങൾ. പാലക്കാട് നടന്ന KHRA പ്രകടനം VK ശ്രീകണ്ഠൻ MP-യും കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോടും ആലപ്പുഴയിലും പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. 24 കൊച്ചി. TVKക്ക് പിന്തുണ നൽകിയ 5 കോൺഗ്രസ് MLA-മാരെ ഇപ്പോൾ ഷോൾ അണിയിച്ച് TVKയിലേക്ക് ഹാർദവമായി സ്വീകരിക്കുകയാണ് TVK അധ്യക്ഷൻ വിജയ്. ഇപ്പോൾ അവരെ ഓരോരുത്തരെയും ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. വിവരങ്ങളുമായി മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷ്, 5 കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ ഉറപ്പായവരെ ഇപ്പോൾ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ AIADMK MLA-മാർക്കും സ്വീകരണം ഉണ്ടാകുമെന്ന് കരുതാമല്ലേ? ക്രിസ്റ്റീന പ്രവിത, ആ രീതിയിലൊരു സ്വീകരണം എന്തായാലും DMK നിയുക്ത MLA-മാർക്ക് ഉണ്ടാവില്ല. കാരണം അവർ സഖ്യത്തിലല്ല, പൂർണ്ണമായും പുറത്തുനിന്ന് പിന്തുണയ്ക്കാമെന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. DMK സഖ്യം വിട്ട് അവർ TVKക്കൊപ്പം സഖ്യമായി തന്നെയാണ് നിൽക്കുന്നത്. അതാണ് സഖ്യത്തിലേക്ക് വരുമ്പോഴാണ് ആ ഒരു സ്വീകരണം അവർക്ക് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിന് ശേഷം TVKക്ക് DMKയുടെ 47 MLA-മാർ ഒപ്പിട്ട കത്ത് നൽകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷമായിരിക്കും വിജയുടെ ഭാഗത്തു നിന്നുള്ള ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഉണ്ടാവുക. 3:30 വിജയ് ഗവർണറെ കാണാനായി വരുന്നുണ്ട്, ലോക്ഭവനിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം എന്തായാലും അതിനുശേഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പനയൂരിലെ പാർട്ടി TVKയുടെ ആസ്ഥാനത്താണ് കോൺഗ്രസിന്റെ 5 MLA-മാരും ഉള്ളത്. PCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളും അവർക്കൊപ്പമുണ്ട്. അവരെ ഇപ്പോൾ വിജയ് സ്വീകരിക്കുകയാണ്, അതായത് സഖ്യത്തിലേക്ക് സ്വീകരിക്കുകയാണ്. TVKക്ക് ഉപാധികളില്ലാത്ത പിന്തുണ എന്ന് പറയുമ്പോഴും വർഗീയ ശക്തികളുമായി TVK കൂട്ടുകൂടരുത് എന്നൊരു ഉപാധി എന്തായാലും കോൺഗ്രസ് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഇന്നലെ കേന്ദ്ര
2 മന്ത്രിസ്ഥാനവും അതുപോലെ തന്നെ കോർപ്പറേഷൻ ചെയർമാൻഷിപ്പും അടക്കം കോൺഗ്രസ് ചോദിച്ചിരുന്നു. ഇന്നലെ നടന്ന നേതൃയോഗത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഉയർന്നു വന്നത്. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും, അത് മാത്രമല്ല DMK പിന്തുണ കിട്ടാനുള്ള ഒരു സാധ്യത കൂടി കണ്ടതുകൊണ്ടായിരിക്കണം ഒരു ഉപാധിയും വെക്കാതെ ഈ പറഞ്ഞ 5 MLA-മാരും പൂർണ്ണമായും തന്നെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തന്നെ സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് TVKക്ക് പിന്തുണ നൽകുന്ന ഒരു നിലയിലേക്ക് എന്തായാലും കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിന് ശേഷം എന്തായാലും DMKയുടെ കത്ത് വിജയ്ക്ക് TVKക്ക് നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു രാജ്യാന്തര വാർത്തയിലേക്കാണ്. ഇറാനെതിരായ സൈനിക നടപടി അവസാനിച്ചെന്ന് അമേരിക്ക. ഹോർമൂസ് തുറക്കുന്നതിലാണ് ഇനി ശ്രദ്ധയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമുസിൽ കുടുങ്ങിയ കപ്പലുകൾ പുറത്തെത്തിക്കാനുള്ള പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ 4-ാം തീയതിയാണ് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ പുറത്തെത്തിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രൊജക്ട് ഫ്രീഡം എന്ന നടപടിക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ കേവലം ഒരു ദിവസത്തിനകം തന്നെ പ്രൊജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാന്റെ പ്രതിനിധികളുമായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും പാകിസ്ഥാന്റെയും മറ്റു രാജ്യങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ചാണ് പദ്ധതി താൽക്കാലികമായി നിർത്തിയതെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. കരാർ അന്തിമമാക്കാനും ഒപ്പിടാനുമുള്ള പ്രക്രിയ സാധ്യമാക്കാനാകുമോ എന്ന് പരിശോധിക്കുന്നതിനാണ് പ്രൊജക്ട് ഫ്രീഡം നിർത്തിവെച്ചതെന്നും നാവികോപരോധം തുടരുമെന്നും ട്രംപ് പറഞ്ഞു. അതിനിടെ ഇറാനെതിരെ ഫെബ്രുവരി 28-ന് ആരംഭിച്ച അമേരിക്കൻ സൈനിക ഓപ്പറേഷൻ അവസാനിച്ചതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിലാണ് ഇനി ശ്രദ്ധ. അതിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറക്കണമെന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളത്. അതേസമയം അമേരിക്ക ഇറാനെതിരെയുള്ള നാവികോപരോധം അവസാനിപ്പിക്കണമെന്നും ചൈന ആവശ്യപ്പെടുന്നുണ്ട്. ഹോർമുസിലൂടെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പാക്കാൻ അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷി രാജ്യങ്ങളും UN രക്ഷാസമിതിയിൽ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് അരക്ചിയുടെ ചൈന സന്ദർശനം. ഇന്റർനാഷണൽ ഡെസ്ക് 24. കായിക വാർത്തകൾ. IPL-ൽ നിന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ബാറ്റർമാരുടെ പറുദീസയായ ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന 2 സംഘങ്ങൾ മുഖാമുഖം. പ്രഭ് സിമ്രാൻ സിംഗ്, പ്രിയാൻ ഷാരിയ, കൂപ്പർ കനോലി, ശ്രേയസ് അയ്യർ, മാർക്കസ് ടോനിസ് എന്നിവരടങ്ങിയ പഞ്ചാബ് കിങ്സ്. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ഇഷാൻ കിഷനും ഹെൻറിച്ച് ക്ലാസിനും ഉൾപ്പെട്ട സൺറൈസേഴ്സ് ഹൈദരാബാദ് 264 റൺസ് പോലും സേഫ് അല്ലാത്ത സീസണിൽ കളമൊരുങ്ങുന്നത് അടിയും തിരിച്ചടിയും പ്രതീക്ഷിക്കാവുന്ന വമ്പൻ പോരാട്ടം. ആദ്യ 7 മത്സരങ്ങളിൽ അപരാജിതരായി കുറിച്ച പഞ്ചാബ് തുടരെ 2 തോൽവികളുടെ ഞെട്ടലിലാണ്. ഗുജറാത്തിനെതിരെ ബാറ്റർമാരുടെ അപ്രതീക്ഷിത വീഴ്ചയാണ് തിരിച്ചടിയായത്. വിജയവഴിയിൽ തിരിച്ചെത്തി പോയിന്റ് പട്ടികയിലെ 1-ാം സ്ഥാനം നിലനിർത്തുന്നതിനൊപ്പം പ്ലേ ഓഫിന് തൊട്ടടുത്തെത്തുകയുമാണ് ശ്രേയസ് അയ്യരും കൂട്ടരും ലക്ഷ്യമിടുന്നത്. തുടരെ 5 ജയങ്ങൾക്ക് ശേഷം കൊൽക്കത്തയ്ക്കെതിരെ അടിപതറിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വരവ്. ഹെൻറിച്ച് ക്ലാസിൻ തിളങ്ങിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത മധ്യനിരയാണ് SRHന്റെ പ്രശ്നം. നായകൻ പാറ്റ് കമ്മിൻസ് അടക്കമുള്ളവർ തല്ലുവാങ്ങിക്കൂട്ടിയതും കഴിഞ്ഞ മത്സരത്തിൽ തിരിച്ചടിയായി. 12 പോയിന്റുള്ള ഹൈദരാബാദിന് ഇന്ന് ജയിക്കാനായാൽ 1-ാം സ്ഥാനത്തേക്ക് ഉയരാനാകും. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.